വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കെ രാഗേഷ് ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളെയും തള്ളിപ്പറയുകയാണ് CPM-ന്റെ മുതിർന്ന നേതാക്കൾ. EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവർ രാഗേഷിനെ പിന്തുണക്കാൻ എത്തിയില്ല എന്നു മാത്രമല്ല, രാഗേഷിന്റേതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് വന്ന് അവരെ മാറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ CMD ദിവ്യ S. അയ്യരെ മാറ്റിയത് അദാനിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് എന്നാണ് KK രാഗേഷ് പറഞ്ഞ ഒരു കാര്യം. എന്നാൽ അതത് സർക്കാരിന് IAS ഓഫീസറെ മാറ്റാനുള്ള അധികാരമുണ്ട് എന്ന നിലപാടാണ് EP ജയരാജനും PK ശ്രീമതിയും KK ശൈലജയും സ്വീകരിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും നന്നായിട്ട് അത് നിർവഹിച്ചിട്ടുള്ള ആളാണ് ദിവ്യ എസ്. അയ്യർ. എന്നാൽ പൊതുവായി ഉദ്യോഗസ്ഥന്മാരുടെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ നീക്കത്തിനു പിന്നിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു KK രാഗേഷ് ഉന്നയിച്ച രണ്ടാമത്തെ കാര്യം. എന്നാൽ അത്തരത്തിൽ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുള്ളവർ അന്വേഷണ ഏജൻസിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. മറ്റു നേതാക്കളാകട്ടെ അഴിമതി എന്ന വാക്ക് പോലും ഉച്ചരിച്ചില്ല.